ചൂതുകളിയിൽ തോറ്റ പാണ്ഡവർ 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും നടത്താനായിട്ട് നാട്ടിൽ നിന്ന് തിരിക്കുകയാണ് ചെയ്യുന്നത്. കുന്തിദേവിയോടും പാഞ്ചാലിയോടും കൂടി 5 പേരും ചേർന്ന് രാജ്യം വിട്ട് പോവുകയാണ്. 12 വർഷമാണ് വനവാസം. വനവാസം എളുപ്പമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് തടിമിടുക്കുണ്ടെങ്കിൽ എന്ത് കാര്യവും നടത്താമെന്നുള്ള ഒരു ധൈര്യവും ചങ്കൂറ്റവും ഉണ്ടായിരുന്നു. പക്ഷേ അജ്ഞാതവാസം എന്ന് പറയുമ്പോൾ ആരെ അറിയിക്കാതെ സ്വന്തം വ്യക്തിത്വം വെളിയിൽ വരുത്താതെ അവർക്ക് ജീവിക്കണം. അതിനിടയ്ക്ക് കണ്ടുപിടിച്ചു പോയാൽ തിരികെ 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും. ഇങ്ങനെയാണ് അവർ വ്യവസ്ഥ വെച്ചിരുന്നത്. അതുകൊണ്ട് ഈ അജ്ഞാതവാസം എന്ന് പറയുന്നത് എവിടെ ചെയ്യണം, എവിടെ നടത്തണം എന്നുള്ളതിനെക്കുറിച്ച് ഇവർ വളരെ ഗാഢമായി ആലോചിച്ചു. പാണ്ഡവന്മാർ 5 പേരും കുന്തിയും പാഞ്ചാലിയും ചേർന്ന് ആലോചിച്ചിട്ട് കുന്തി ദേവിയെ മാതൃഗൃഹത്തിലേക്ക് തന്നെ പറഞ്ഞു വിട്ടിട്ട് പാഞ്ചാലിയും 5 പാണ്ഡവന്മാരും കൂടെ ചേർന്ന് വിരാട രാജാവിൻ്റെ രാജധാനിയിൽ നമുക്ക് പോകാം എന്ന് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേഷം മാറണം. വിരാട രാജാവിൻ്റെ രാജ്യത്തിൽ ഇവർ 5 പേരും പാഞ്ചാലിയും വേഷം മാറി അവിടെ ചെന്ന് സഹായം അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഭീമസേനനാണെങ്കിൽ ഭീമസേനന് സ്വയം ഒരിടത്തും മറച്ചു വയ്ക്കാൻ പറ്റില്ല. അത് ദേഹപ്രകൃതി അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ഒരു പാചകക്കാരൻ എന്നുള്ള നിലയിൽ രാജാവിൻ്റെ അടുക്കളയിൽ പാചകക്കാരനായിട്ട് വലലൻ എന്നുള്ള പേരോടുകൂടി ഭീമൻ പ്രവേശിക്കും. ഭീമൻ ആ ജോലിയിലാണ് കയറുന്നത്. അർജുനൻ മുമ്പൊരിക്കൽ ഒരു ശാപം കിട്ടിയിട്ടുണ്ട് ഒരു അപ്സരസിൻ്റെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് അർജുനൻ നപുംസകമായിട്ട് ഭവിക്കട്ടെ എന്ന് അവർ ശപിച്ചത് കാരണം അർജുനൻ ഒരു പെൺവേഷത്തിലാണ് ചെല്ലുന്നത്. സ്ത്രീ ഒരു നമ്മൾ പറയുമല്ലോ, സാധാരണ സ്ത്രീയുമല്ല പുരുഷനുമല്ല ആയിട്ടുള്ള ആ ഒരു 3-ാം ലിംഗത്തിലുള്ള ഒരു ആളായിട്ട് ബൃഹന്നള എന്നുള്ള പേരിൽ അർജുനൻ രാജകുമാരിയെ നൃത്തം അഭ്യസിപ്പിക്കാനായിട്ട് അങ്ങനെ 5 പേരും പാഞ്ചാലി ഏത് വേഷം അത് വിട്ടുപോയില്ലേ? പാഞ്ചാലിയുടെ വേഷം എന്താണ്? പാഞ്ചാലി രാജ്ഞിയുടെ തോഴിയായിട്ട് സൈരന്ധ്രി എന്നാണ് പറയുന്നത്. ആ തോഴി പദത്തിന് സൈരന്ധ്രി എന്നാണ് പറയുന്നത്. പക്ഷേ പാഞ്ചാലി സ്വീകരിച്ച പേര് മാലിനി എന്നുള്ള പേരിൽ റാണിയുടെ തോഴിയായിട്ട് അന്തഃപുരത്തിൽ പാഞ്ചാലിയും കയറിപ്പറ്റി. ഇവരൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങളൊക്കെ പാണ്ഡവന്മാരുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്ദ്രപ്രസ്ഥത്തിൽ ഞങ്ങൾ അവിടെ ഇന്ന ജോലി ചെയ്തിരുന്നു, ഞങ്ങൾ ഇന്ന ജോലിയാണ് ചെയ്തിരുന്നത്, ഞാൻ അടുക്കളയിലായിരുന്നു, ഞാൻ അവിടുത്തെ രാജകുമാരിയെ ഡാൻസ് പഠിപ്പിച്ചിരുന്നു, ഞാൻ പശുക്കളെ മേച്ചിരുന്നു. ഇങ്ങനെയൊക്കെ റെഫറൻസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതെല്ലാം പാണ്ഡവന്മാരുടെ രാജ്യത്ത് ചെയ്തിരുന്നു എന്നാണ്. പക്ഷേ അവർ യഥാർത്ഥ പാണ്ഡവന്മാരാണെങ്കിലും വേഷം മാറി വിരാട രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഇങ്ങനെ താമസിച്ച് ഓരോരുത്തർ അവരവരുടെ ജോലികളിൽ വ്യാപൃതരാവുകയാണ് ചെയ്യുന്നത്. വിരാട രാജാവിൻ്റെ രാജ്ഞിക്ക് ഒരു സഹോദരനുണ്ടായിരുന്നു. സഹോദരൻ്റെ പേര് കീചകൻ. കീചകൻ ഏതാണ്ട് ഭീമൻ്റെ ഒരു 2-ാം പതിപ്പെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ വിശ്വസിക്കും. അതുപോലെയാണ് ആള് രൂപം കൊണ്ടും ഭാവം കൊണ്ടുമൊക്കെ ഒരു ശക്തിമാനാണ്. അതേസമയം വലിയ ഒരു തടിമിടുക്കുള്ള ആളാണ്. എന്നാൽ അതേ സമയത്ത് സ്ത്രീകളുടെ കാര്യത്തിൽ വളരെ ദുർബലനുമാണ്. അങ്ങനെയുള്ള ഒരാളായിരുന്നു കീചകൻ. ഇപ്പോൾ അന്തഃപുരത്തിൽ കീചകൻ ചെല്ലുമ്പോൾ, ചേച്ചിയെ കാണാനായിട്ട് ചെല്ലുമ്പോൾ, ചേച്ചിയുടെ തോഴിയായിട്ട് പാഞ്ചാലിയെ അവിടെ കാണും. പാഞ്ചാലി മാലിനിയാണ്. മാലിനി എന്ന് റാണി വിളിച്ച് സംസാരിക്കുകയും ഓരോ കാര്യങ്ങൾ റാണിക്ക് ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് കീചകൻ കാണുന്നുണ്ട്. കീചകനെ മാലിനിയെ കണ്ടപ്പോഴേക്കും മാലിനിയിൽ കീചകൻ അങ്ങ് ഭ്രമിച്ചു പോകും. ഇത്ര സുന്ദരിയായിട്ടുള്ള ഒരു തോഴി എൻ്റെ ചേച്ചിക്കുണ്ടോ? ഞാൻ അറിഞ്ഞില്ലല്ലോ, ഇവളെന്നാ വന്നത് എന്നൊക്കെ ചോദിച്ച് വളരെ സന്തോഷപൂർവ്വം, വളരെ തന്ത്രപൂർവ്വം ചേച്ചിയുടെ കൂടെ അന്തഃപുരത്തിലിരുന്ന് ഈ സൈരന്ധ്രിയായിട്ട് മാലിനിയായിട്ട് വർത്തമാനങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യും. അപ്പം പാഞ്ചാലിക്ക് ആദ്യമേ തന്നെ എന്തോ ഒരു വശപ്പശക്ക് തോന്നി. ഇയാളുടെ നീക്കത്തിലും ഇയാളുടെ വർത്തമാനത്തിലുമൊക്കെ ഒരു പന്തികേട് എന്തോ ഉണ്ടല്ലോ എന്ന് ഒട്ടും പിടിച്ചില്ല പാഞ്ചാലിക്ക്. അപ്പോൾ പാഞ്ചാലി രാത്രി സമയത്ത് ഇവരെവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ എളുപ്പം കാണാനായിട്ട് അർജുനനെയും ഭീമനെയാണ്. കാരണം അവർ അന്തഃപുരത്തിൽ തന്നെയുണ്ട്. ഒരാൾ അന്തഃപുരത്തിലും ഒരാൾ കുശിനിയിലുമാണ്, അല്ലേ, അടുക്കളയിലുമാണ്. അപ്പോൾ അതുകൊണ്ട് കാണാൻ എളുപ്പമുള്ള ഇവരുമായിട്ട് പാഞ്ചാലി പരസ്പരം സംവദിക്കുമ്പോൾ പാഞ്ചാലി എപ്പോഴും ഭീമനോട് പറയും, ആ കീചകൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, റാണിയുടെ സഹോദരൻ, വല്ലാത്തവനാണ്,
എനിക്ക് പിടിക്കുന്നില്ല. അയാളുടെ സ്വഭാവം, അയാളുടെ നോട്ടം, അയാളുടെ വർത്തമാനം, ഇതൊന്നും എനിക്ക് പിടിക്കുന്നില്ല. അയാൾ ഒരു വല്ലാത്ത ഒരു സ്വഭാവക്കാരനാണെന്ന് തോന്നുന്നു. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അയാളുടെ നീക്കങ്ങൾ എന്നിങ്ങനെ പറയും. കുറച്ച് ദിവസം ഇങ്ങനെ പറഞ്ഞ് പരാതി പറഞ്ഞു കഴിയുമ്പോൾ ഭീമൻ പറയും, ഭീമൻ പറയും, ഒരു കാര്യം ചെയ്യൂ, നീ ഒന്നും ചെയ്യണ്ട. നിൻ്റെ സ്വഭാവത്തിലെ ആ ഒരു നീരസവും അടുപ്പമില്ലായ്മയും നീ ഒന്ന് മറച്ചു വെച്ചിട്ട് വളരെ തന്ത്രപൂർവ്വം അയാളോടൊന്ന് സംസാരിച്ച് പതുക്കെ അയാളെ ഒന്ന് വശത്താക്കാൻ നോക്ക്. നോക്കുമ്പോൾ പാഞ്ചാലിക്ക് ദേഷ്യം വന്നു. വശത്താക്കാനോ? അല്ല, ഞാൻ പറയണ കേൾക്ക്. അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് അയാളോട് നാളെ രാത്രിയിൽ നാടകശാലയിൽ വരണം, ഞാൻ അവിടെ ഉണ്ടാവും. എന്നെ വിളിക്കുകയാണല്ലോ എപ്പോഴും, അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടാവും. ഞാൻ അവിടെ വെച്ച് നമുക്ക് കാണാം, സംസാരിക്കാം എന്ന് നീ ഒന്ന് പറഞ്ഞു നോക്കെന്ന് പറയും. അപ്പോൾ ശരി, പാഞ്ചാലി മനസ്സോടെയാണെങ്കിലും ഭീമൻ പറഞ്ഞതുപോലെ, ഭർത്താവല്ലേ, പറഞ്ഞതനുസരിക്കണ്ടേ. അതുകൊണ്ട് ഭീമൻ പറഞ്ഞതുപോലെ കീചകൻ പിന്നെയും ചിരിച്ചോണ്ട് അടുത്ത് വന്നപ്പോഴേക്കും പാഞ്ചാലി പറഞ്ഞു, അങ്ങേക്ക് എന്തോ എന്നോട് സംസാരിക്കണമെന്ന് തോന്നണമല്ലോ. ഒരു കാര്യം ചെയ്യാം, നാളെ രാത്രിയിൽ ഞാൻ ഒരു 10 മണി കഴിയുമ്പോൾ ഞാൻ അവിടെ നാടകശാലയിൽ വരാം. അങ്ങേക്ക് എന്തോ എന്നോട് പറയാനുള്ളതെന്ന് വെച്ചാൽ അവിടെ വെച്ച് പറയാമല്ലോ എന്ന് പറഞ്ഞു. കീചകൻ ആകെ സന്തോഷത്താൽ മതി മറന്നു. ദിവസം പോണില്ലല്ലോ എന്ന് പറഞ്ഞ് അക്ഷമനായിട്ട് അങ്ങനെ ഇരുന്ന് പിറ്റേ ദിവസം വൈകുന്നേരം കഴിഞ്ഞു. രാത്രി ആയപ്പോഴേക്കും നല്ല അഴകിയ രാവണനെ പോലെ കീചകൻ അങ്ങനെ വേഷഭൂഷാദികളൊക്കെ ആയിട്ട് നാടകശാലയിൽ ചെന്ന് അവിടെ ചെന്നപ്പോഴേക്കും നാടകശാലയിൽ ഒരു മഞ്ചം, ആ മഞ്ചത്തിൽ ഇങ്ങനെ ആരോ കിടക്കുന്നത് പോലെ തോന്നി. അപ്പം അവിടെ കാണാമെന്ന് മാലിനി പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കീചകൻ എന്ത് ചെയ്തു, ആ മഞ്ചത്തിൽ കിടക്കുന്നത് മാലിനിയാണ് എന്നങ്ങ് തീർച്ചപ്പെടുത്തി കീചകൻ ചെന്ന് ആ മഞ്ചത്തിൽ കിടന്ന രൂപത്തെ അങ്ങ് കെട്ടിപ്പിടിച്ചതും കീചകൻ ആ രൂപത്തെ എത്ര ശക്തിയോടുകൂടി പിടിച്ചോ അതിൻ്റെ ഇരട്ടി ശക്തിയോടുകൂടി മഞ്ചത്തിൽ കിടന്നിരുന്ന ആ രൂപം പൊങ്ങി എണീറ്റങ്ങ് വന്ന് കീചകനെ അങ്ങ് അടക്കം പിടിച്ചു കഴിഞ്ഞപ്പോൾ കീചകൻ അങ്ങ് എന്ത് മാലിനിക്ക് ഇത്ര ശക്തിയോ, നീ സ്ത്രീയല്ലേ, എന്നിട്ട് എന്താ ഇങ്ങനെ എന്നുവെച്ചാൽ മാലിനി എന്ന് വിളിച്ചപ്പോഴേക്കും കീചകനെ ഭീമൻ ഒന്നും കൂടെ അങ്ങ് അടക്കം പിടിച്ച് ഇറുക്കി പിടിച്ചിട്ട് എല്ലു നുറുങ്ങുന്ന പോലെ ഉള്ള രീതിയിൽ ഭീമൻ അങ്ങനെ ആലിംഗനം ചെയ്തു കീചകനെ. അങ്ങനെ മുറുക്കിയ ആലിംഗനത്തിൽ തന്നെ കീചകനെ അങ്ങോട്ട് ശ്വാസം മുട്ടിച്ച് ഭീമൻ കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നേരം വെളുത്ത് എണീക്കുമ്പോൾ ആളുകളൊക്കെ അറിയുന്നത് എന്താണ്, നാടകശാലയിൽ റാണിയുടെ സഹോദരൻ കീചകൻ, പോരാത്തതിന് സേനാധിപനായിട്ടുള്ള കീചകൻ നാടകശാലയിൽ മരിച്ചു കിടക്കുന്നു, ശ്വാസം മുട്ടി മരിച്ചു കിടക്കുന്നു. എന്താ ഇത്? ആ കീചകനെ കൊല്ലണമെങ്കിൽ ആരാണ് ഇത്രയും വലിയ ശക്തിമാൻ ഇവിടെ ഉള്ളത്? ആർക്കും അറിഞ്ഞൂടാ ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. പിന്നെ അരമന രഹസ്യം ക്രമേണ അങ്ങാടിപ്പാട്ടായി എന്ന് പറയില്ലേ, ആ രീതിയിൽ ഓരോരുത്തർ പറഞ്ഞ് കൗരവന്മാരുടെ അടുക്കലും ഈ വിശേഷം എത്തി. അതായത് വിരാട രാജ്യത്തിലെ റാണിയുടെ സഹോദരൻ കീചകൻ ആരാലോ കൊല്ലപ്പെട്ടു, അത് നാടകശാലയിൽ മരിച്ചു കിടക്കുന്നു എന്നിങ്ങനെയുള്ളൊരു വാർത്ത ഹസ്തിനപുരത്തിലും എത്തി. ആ വാർത്ത നാട് മുഴുവൻ പരന്നു, ദുര്യോധനൻ്റെ ചെവിയിലെത്തി, കൗരവന്മാർ മുഴുവൻ അറിഞ്ഞു. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ശകുനി പറഞ്ഞു, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. അപ്പം വെളിവായില്ലേ, ചത്തത് കീചകനാണ്. കീചകനെ കൊല്ലാൻ പ്രാപ്തനായിട്ടുള്ളത് ഈ ലോകത്ത് ഒരേ ഒരാളേ ഉള്ളൂ, അത് ഭീമനാണ്. അപ്പം ഭീമനാണ് കീചകനെ കൊന്നിരിക്കുന്നത്. അപ്പം ഭീമൻ എവിടെയുണ്ട്? ഭീമൻ വിരാട രാജ്യത്തുണ്ട്. അപ്പോൾ ബാക്കി പാണ്ഡവന്മാരും വിരാട രാജ്യത്തുണ്ടാവും. അപ്പോൾ അജ്ഞാതവാസം പൊളിഞ്ഞില്ലേ. അതോടുകൂടി അവർ നിവൃത്തിയില്ലാണ്ടാകും. അവരുടെ വ്യവസ്ഥ എന്തായിരുന്നു? ഒരിക്കൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ 12 വർഷം വനവാസവും പിന്നെ അജ്ഞാതവാസവും നടത്തണം. അപ്പം ഇനി എന്താ ചെയ്യുന്നത്? ഇനി വനവാസത്തിനൊന്നും പോകാൻ ആരും തയ്യാറല്ല. പിന്നെ അടുത്തത് എന്താ? അടുത്തത് യുദ്ധം തന്നെ.